മോർച്ചറി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് യുവമോർച്ച പ്രതിഷേധം. പ്രതീകാത്മക മൃതദേഹവുമായാണ് പ്രതിഷേധം. മോർച്ചറിയുടെ ദുരവസ്ഥ സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതിഷേധം. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അത്രത്തോളം ദാരുണമാണോ അവിടുത്തെ അവസ്ഥ? പരിതാപകരമാണോ അവസ്ഥ? ഹാഷ്മി, കൊല്ലം ജില്ലാ ആശുപത്രി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റഫറൽ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് അസ്വാഭാവിക മരണങ്ങളടക്കം പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. ഈ ജില്ലാ ആശുപത്രിയിലാണ് മോർച്ചറി സംവിധാനം കഴിഞ്ഞ 4 മാസമായി പ്രവർത്തനരഹിതമായിട്ട്. ഇത് സംബന്ധിച്ച വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ച ഈ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതീകാത്മക മൃതദേഹവുമായി നടത്തിയ മാർച്ച് ഇപ്പോൾ ആശുപത്രിക്ക് മുമ്പാകെ എത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 4 മാസവുമായി ഈ മൃതദേഹവുമായി എത്തുന്നവർ വിവിധ താലൂക്ക് ആശുപത്രികളിലേക്ക് മൃതദേഹം മാറ്റേണ്ട അവസ്ഥ പലപ്പോഴും വന്നു. ആശുപത്രിയിൽ ഇരിക്കുന്ന മൃതദേഹം കേടുവരുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ വാർത്തയാക്കി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടന കൂടിയായ യുവമോർച്ച ഒരു പ്രതിഷേധവുമായി ജില്ലാ ആശുപത്രിയിൽ മുമ്പാകെ എത്തിയിരിക്കുന്നത്. വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ അധികൃതരും മറുപടി പറയണം എന്നുള്ളതാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഈ പോലീസിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികൾ ഉയരുന്നുണ്ട്. ഒരു മൃതദേഹം ഉണ്ടായാൽ അത് ജില്ലാ ആശുപത്രിയിലെത്തി വൈകിട്ട് 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ പലപ്പോഴും കഴിയില്ല. ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ള സംവിധാനവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ വിവിധ താലൂക്ക് ആശുപത്രികളിൽ ഒഴിവുണ്ടോ തിരക്കി അവിടേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് പിന്നീടുള്ളത്. അത് ഭാരിച്ച ചെലവ് തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാർ തന്നെ നമ്മളോട് പറഞ്ഞ വാചകം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ വാർത്തയാക്കി കൊണ്ടുവന്നത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ യുവജന പ്രതിഷേധങ്ങളടക്കം ഈ ജില്ലാ ആശുപത്രിക്ക് മുമ്പാകെ എത്തുന്നത്. അവിടെ ചെറിയ തോതിൽ സംഘർഷാവസ്ഥ ഉണ്ടോ അരുൺ? ഇപ്പോൾ പോലീസുമായി യുവമോർച്ച പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. കാരണം ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടിനെ നേരിൽ കാണണം, ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ ഈ യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ ഈ ആശുപത്രിക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തെ അടക്കമുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പോലീസുമായി ഉന്തും തള്ളും പ്രവർത്തകർ ഉണ്ടാക്കുന്നു. പ്രവർത്തകർ വലിയ തോതിൽ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നത്. കാരണം ജില്ലാ ആശുപത്രി ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. കാരണം ഈ വലിയ തുക തന്നെ വേണം. ഒരുപക്ഷെ ഇതിൽ ജില്ലാ പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെ സഹായം ഉണ്ടായാൽ മാത്രമേ മോർച്ചറിയുടെ ഒരു ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഈ ജില്ലാ ആശുപത്രിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മോർച്ചറി മാറ്റി സ്ഥാപിച്ചത്. അന്ന് മുതലാണ് ഈ വിഷയം ഇങ്ങനെ സങ്കീർണമായി തന്നെ തുടരുന്നത്. ഒരുപാട് നമ്മളെ സമീപിച്ച 100-ലധികം വരുന്ന സാധാരണക്കാരുടെ അവസ്ഥ അത് വളരെ ദയനീയമാണ്. കാരണം ആംബുലൻസ് ചാർജ് തന്നെ 300 രൂപ കൊടുക്കേണ്ടടുത്ത് 3000 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം പാരിപ്പള്ളി കൊണ്ടുപോകേണ്ടി വരുന്നു. ജില്ലയുടെ തന്നെ വിവിധ താലൂക്ക് ആശുപത്രിയിൽ ഈ മൃതദേഹവുമായി ആംബുലൻസുകളിൽ സഞ്ചരിക്കേണ്ട അവസ്ഥ. 1ഉം 2ഉം താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് മൃതദേഹം. അരുൺ, ഒരു ദിവസം ഒരു 4 മുതൽ 8 വരെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലമാണ് ജില്ലാ ആശുപത്രി. അവിടെ ഫ്രീസറില്ലെങ്കിൽ മൃതദേഹങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്ന ആൾക്കാർ? ാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വന്നാൽ ഒരുപക്ഷെ ഡോക്ടർ ഇല്ല, പോലീസ് സർജൻ ഇല്ല എങ്കിൽ ആ മൃതദേഹവുമായി അടുത്ത എവിടെയാണോ മോർച്ചറി സംവിധാനം ഉള്ളത് അത് തിരക്കി പോകേണ്ട അവസ്ഥയാണ് ഈ സാധാരണക്കാർക്കുള്ളത്. അങ്ങനെ ഈ സാധാരണക്കാർ ഓരോ താലൂക്ക് ആശുപത്രി ചെല്ലുമ്പോഴും അവിടെ മോർച്ചർ ഫ്രീ അല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത കേന്ദ്രത്തെ ആശ്രയിക്കണം. അങ്ങനെ ഈ ആംബുലൻസിൽ വലിയ ഒരു യാത്ര തന്നെ നടത്തേണ്ടി വരും ഈ മൃതദേഹവുമായി ഓരോ സാധാരണക്കാരനും. കാരണം സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മോർച്ചറിയെ ആശ്രയിക്കുന്നത്, ജില്ലാ ആശുപത്രിയിലടക്കം മോർച്ചറിയെ ആശ്രയിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പോലീസുകാരാണ്. അസ്വാഭാവിക മരണമാണെങ്കിൽ മോർച്ചറിയിൽ വെക്കുന്നത് മുതൽ മോർച്ചറിയിൽ നിറക്കുമ്പോഴുമെല്ലാം പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. അങ്ങനെ പോലീസുകാരെ കൂടി കൂട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്തം ഈ കുടുംബങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ വലിയ ചെലവ് തന്നെ വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആൾക്കാർ നമ്മളോട് തന്നെ പറയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്കും സർക്കാരിന് മുമ്പിലേക്കും നമ്മൾ വാർത്തയാക്കി കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. വാഹനത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പോലീസ്. കാരണം ഈ പ്രതിഷേധം ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ പോലീസ് സ്വീകരിച്ചിരുന്നു. കാരണം ഈ വിഷയം ഉള്ളതാണ്, പോലീസുകാരെ കൂടി ബാധിക്കുന്നതാണ്. പോലീസുകാർക്കും ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് ഈ സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ഇത്ര ഗൗരവമായി നിൽക്കുന്നതിനാൽ തന്നെയാണ് വിഷയത്തിൽ പോലീസ് ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴടക്കം പോലീസ് പറയുന്നത് തങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാണ്. പലപ്പോഴും 9 മണിവരെ മൃതദേഹവുമായി പല ആശുപത്രികൾ കയറിയിറങ്ങേണ്ട അവസ്ഥ തങ്ങൾക്ക് പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ജോലിയുടെ ഭാഗമായി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിരിക്കുന്നു. ഈ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലേക്ക് എത്തി യുവമോർച്ച പ്രതിഷേധത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 24 ആണ് വാർത്ത പുറത്തുവിട്ടത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എന്താണ്
മരിച്ച നിലയിൽ കാണപ്പെട്ടതടക്കം മരണകാരണം വ്യക്തമല്ലാത്തതും മരണത്തിൽ അസ്വാഭാവികത ഉള്ളതുമായ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നൊരു സ്ഥലമാണ്. അവിടെ അവിടുത്തെ മോർച്ചറി തകരാറിലാണെന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അങ്ങേയറ്റം വലുതാണ്. അത് ഉടൻ പരിഹരിക്കപ്പെടട്ടെ.